നിവിൻ പോളിയെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട്. പക്ഷേ എന്തിനാണ് ഈ സിനിമാ സെറ്റിൽ നിന്ന് അദ്ദേഹം തെറ്റിപ്പോയെന്നുള്ളതിനെ കുറിച്ച് പലതരം കഥകൾ, ഊഹാപോഹങ്ങൾ, സ്പെക്കുലേഷൻസ് ആണുള്ളത്. ഒരു കാര്യം ഇപ്പോൾ അജിംസ് പറഞ്ഞ് ഞാനും കേട്ടാണ്, അതായത് കരാർ വേണം, പ്രതിഫലവുമായി ബന്ധപ്പെട്ട കരാർ വേണം. അതിപ്പോൾ തൽക്കാലം സാധ്യമല്ല എന്നൊരു നിലപാടിനെ ചൊല്ലിയാണ് തെറ്റിയത്, അല്ലാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടല്ല. അങ്ങനെ കരാർ കൊടുക്കുന്നതിന് മുമ്പ് വേറെയും പല കഥകളുണ്ട്. നിവിനുമായി ബന്ധപ്പെടുത്തി നേരത്തെ സാമ്പത്തിക ഇടപാടുകളുണ്ട്. അപ്പോൾ നിവിനിൽ നിന്ന് അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പഴയതുമായി ബന്ധപ്പെട്ട സംഗതിയിൽ അവിടെ നിൽക്കട്ടെ, ഇതിൽ കരാർ വേണമെന്ന് നിവിൻ വാശി പിടിക്കുന്നു. അങ്ങനെ വാശി പിടിക്കുമ്പോൾ അതൊരു തർക്കമായി മാറുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. എന്ന് മാത്രമല്ല, താൻ ഈ ചെയ്യുന്ന റോൾ എന്തുമാത്രം തനിക്ക് തൻ്റെ ഒരു കമ്മിങ് ബാക്കിന് ഗുണം ചെയ്യുന്നതാണെന്നുള്ള ആശയക്കുഴപ്പം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അപ്പോൾ സിനിമയിൽ ഇത്തരം തർക്കങ്ങൾ സ്വാഭാവികമാണ്. എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കരാറിനെ ചൊല്ലി, പ്രതിഫലത്തെ ചൊല്ലി, തിരക്കഥയെ ചൊല്ലി, കഥയിലെ തൻ്റെ പ്രാധാന്യം ചൊല്ലി ആരെല്ലാം വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമാണ്. എല്ലാ താരങ്ങൾക്ക് അവരുടെ കൺസേൺ ഉണ്ടാവും. എനിക്കിത് ഫിറ്റായ റോളാണോ, എനിക്ക് മതിയായ പ്രതിഫലം കിട്ടുന്നുണ്ടോ, എനിക്ക് ഇപ്പോഴത്തെ ട്രെൻഡിന് പറ്റിയ കഥയാണോ എന്ന് പലതരം തർക്കം ഉണ്ടാവാം. അല്ലെങ്കിൽ പല ആശയക്കുഴപ്പങ്ങളും ചിന്തകളും ഉണ്ടാവാം. സിനിമ പാതിയാകുമ്പോൾ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായി അവസാനിപ്പിച്ച വൻകിട താരങ്ങൾ അവസാനിപ്പിച്ച സിനിമകൾ, നിർത്തിവെച്ച സിനിമകൾ, തർക്കമുണ്ടായ സിനിമകളെല്ലാം ഉണ്ട്. പക്ഷെ അതിനെ ചൊല്ലി ഒരു പരസ്യമായ ഒരു സ്ഥലത്ത് വന്ന് ഒരുതരം ഭീഷണി മുഴക്കുകയാണ്. ഒരു താരം ചില തെറ്റായ നടപടികൾ തുടങ്ങി വെച്ചിരിക്കുന്നു, നിർത്തിക്കോ ഇവിടെ എന്ന് പറയാണ്. അപ്പോൾ അതൊരു തരം ഭീഷണിയുടെ സ്വാധീനത്തുണ്ട്. കാരണം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ പുള്ളിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറേ പൈസയും ഉണ്ട്. ഞാൻ നിർമ്മിച്ച കുറേ പടങ്ങൾ വിജയിച്ചിരിക്കുന്നു. ലിസ്റ്റിൻ സ്റ്റീവനെ ഉയർത്തി നിർത്താൻ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ എൻ്റെ പുകഴ്പാട്ടുകൾ പാടാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ കൂടിയാണ് നിയന്ത്രിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് സംഘടനയുടെ തലപ്പത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കയ്യിലാണിത്, ഞങ്ങൾ വരട്ടും. അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ നിവിൻ പോളി ഇപ്പോൾ ഒരുപാട് വിജയങ്ങളില്ലാതെ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായി ഡിമാൻഡ് ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളെ വരട്ടാം. വേറെ ഏതൊക്കെ താരങ്ങളെയാണെങ്കിൽ വരട്ടാൻ പറ്റും. ഇങ്ങനെ തെറ്റിയതിൻ്റെ പേരിൽ പരമാവധി ആ താരങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനായിരിക്കും നിർമ്മാതാക്കളോ പ്രൊഡക്ഷൻ ഹൗസുകളോ ആലോചിക്കുക. അപ്പോൾ ഇദ്ദേഹത്തെയാണ് വരട്ടാമെന്നൊരു സമീപനം ഒരു ബിസിനസ്സിൽ സ്വീകരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് സിനിമ ഒരു സ്ഥലത്ത് സ്വീകരിക്കുന്നത് അത്ര നല്ല കാര്യമില്ല. ഇനി അദ്ദേഹം എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം സംഘടനകളുണ്ടല്ലോ, എഴുതി കൊടുക്കാം, ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇനി ആൾക്കാർ നടപടി വേണം, അല്ലെ സിനിമ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇടപെടലുണ്ടെന്ന് പരാതി കൊടുക്കാം. അതിൻ്റെ ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ ഫോമൽ ആക്ഷൻസ് എടുക്കാം. അത് ചെയ്യാതെ ഭീഷണിപ്പെടുത്തുന്നത് ഒരുതരം ഭയപ്പെടുത്തലാണ്, ഡോമിനേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ നിവിൻ പോളിയെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യം, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു യുവ നടനാണ്. ആർക്കും ഹെയ്റ്റേഴ്സ് ഇല്ല നിവിൻ പോളിക്ക്. വേറെ പല നടന്മാർക്കും എതിർപ്പുള്ള ആൾക്കാരുണ്ട്. നിവിൻ പോളിക്ക് ഹെയ്റ്റേഴ്സ് ഇല്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെയോ അയൽപ്പക്കാരനെ പോലെ തോന്നുന്ന ഒരാൾ. ബോയ് നെക്സ്റ്റ് ഡോർ. അതാണ്, ബോയ് നെക്സ്റ്റ് ഡോർ ആണ്, തൊട്ടടുത്ത വീട്ടിലെ ആൾ പോലെ. അപ്പോൾ എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ തിരിച്ചു വരാൻ പറ്റാത്തെന്നുള്ള ചോദ്യം എല്ലാവർക്കും ചോദിക്കാനുണ്ടാവില്ല. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ഈ സിനിമ ഇദ്ദേഹം നിർത്തിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്ന് ഇത് ശരിയാകുമോ എന്ന ആശയക്കുഴപ്പമുണ്ടാകും. അപ്പോൾ പലരോട് സംസാരിക്കും മനസ്സിലായ കാര്യം, ഇത് ശരിയാകുമോ എന്ന സംശയത്തിൻ്റെ പേരിൽ പുള്ളി കുറേ പടങ്ങൾ നിർത്തിപ്പോയിട്ടുണ്ട്. തുടങ്ങിയതിന് ശേഷം ആക്ഷൻ ഹീറോ ബിജു ഒക്കെ ഇങ്ങനെ പോസായി കിടക്കുകയാണ്, മുന്നോട്ട് പോകുന്നില്ല. ഇതിന് മുമ്പും പല പടങ്ങൾ നമ്മൾ വെറുതെ പോയിട്ട് ഇദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ നോക്കി ഒരുപാട് പടം പ്രഖ്യാപിച്ചിട്ടുണ്ട്, പോസ്റ്ററൊക്കെ ഉണ്ട്. ഈ പടമൊക്കെ എവിടെ? ഇതൊന്നും തിയേറ്ററിൽ വരുന്നില്ല. ഇദ്ദേഹം പല പടവും കമ്മിറ്റ് ചെയ്യുന്നു. ഭയങ്കരമായ ആത്മവിശ്വാസക്കുറവ് ഈ മനുഷ്യനെ ബാധിച്ചിട്ടുണ്ടോ എന്ന സംശയം. ഈ ചെയ്യുന്ന പടം ശരിയാകുമോ, ഇത് ഇപ്പോഴത്തെ ട്രെൻഡിന് പറ്റുമോ, ഇത് ഹിറ്റാകുമോ, ഇനിയും ഒരു പരാജയത്തിൻ്റെ ആളെന്ന് കേൾക്കേണ്ടി വരുമോ എന്നുള്ള ആശയക്കുഴപ്പവും ആത്മവിശ്വാസക്കുറവും ബാധിച്ചിരിക്കുന്നു നിവിൻ പോളി എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിരന്തരമായി ഇത്തരം സിനിമകൾ പാതിയിൽ അവസാനിപ്പിച്ചു പോകുക. പല സിനിമയും കോൺട്രാക്ട് ചെയ്യും, എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതെന്താണ് നിവിൻ പോളിക്ക് പറ്റിയതെന്ന് സ്വാഭാവികമായിട്ടും നമുക്കൊരു സിനിമാ പ്രേമി നിലയ്ക്ക് ചിന്തിക്കാൻ തോന്നുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു. നിവിൻ പോളി കുറച്ചുകൂടി ഉറച്ച തീരുമാനങ്ങൾ എടുക്കട്ടെ. സിനിമയിലെ കഥകൾ കേൾക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെ കഥകൾ കൺസൾട്ട് ചെയ്ത് തീരുമാനമെടുത്ത്, ഒരു ബിസിനസ്സാണല്ലോ ഒരർത്ഥത്തിലേത്, അതിനകത്ത് ഇറങ്ങണം. പാതിയിൽ അറച്ചു നിന്നാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. അതുതന്നെയല്ല, സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രായം പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഫിറ്റ്നസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, സിനിമയുടെ അന്തരീക്ഷവും അതിൻ്റെ ടെക്നോളജിയും അതിൻ്റെ കഥാപരിസരവും അതിൻ്റെ കാഴ്ചപ്പാടും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയം എടുക്കാനൊന്നും ഇല്ല. പുതിയ താരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നിവിൻ പോളി അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ വേഗത്തിലെടുക്കുകയും മികച്ച ചിത്രങ്ങൾ ചൂസ് ചെയ്യുകയും അതുവഴി വീണ്ടും ഹിറ്റുകൾ ഉണ്ടാക്കുകയും മലയാളത്തിൽ സജീവമായി നിൽക്കുകയൊക്കെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ വലിയ ഗോഡ് ഫാദേഴ്സൊന്നും ഇല്ലാതെ അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സുഹൃത്ത് വലയമുണ്ട്, ഇപ്പം മിനി സിനിമാസിനെ ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഹിറ്റുകൾ ഉണ്ടാക്കിയത്. പക്ഷെ അദ്ദേഹത്തിന് ഇനിയും ഹിറ്റുകൾ ഉണ്ടാക്കാൻ യോഗ്യതയും അർഹതയുമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇത്തരം തർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ, ആശയക്കുഴപ്പങ്ങളിൽ നിന്നും അറച്ചു നിൽക്കാതെ പടങ്ങളിലേക്ക് ഇറങ്ങട്ടെ എന്നാണ് ഞാൻ പറയാം.